ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ വോൾക്കാനിസത്തിന്റെ ബാക്കിയാണ് എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വോൾക്കാനിസം എന്ന ടോപ്പിക്കാണ് കണ്ടത്. അപ്പോൾ വോൾക്കാനിസത്തിന്റെ ഇൻട്രൂസീവ് ലാൻഡ് ഫോംസ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് എക്സ്ട്രൂസീവ് ലാൻഡ് ഫോംസ് ഓഫ് വോൾക്കാനിസം ആണ് നോക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്ട്രൂസീവ് ലാൻഡ് ഫോംസ് നോക്കാം. എക്സ്ട്രൂസീവ് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെയുണ്ട്. എർത്തിന്റെ സർഫസിൽ ഫോം ചെയ്യുന്ന വോൾക്കാനിക് ലാൻഡ് ഫോംസിനെയാണ് എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് എന്ന് പറയാം. അപ്പോൾ എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസിൽ വരുന്നതാണ് ഷീൽഡ് വോൾക്കാനോ, കോമ്പോസിറ്റ് വോൾക്കാനോ അല്ലെങ്കിൽ സ്ട്രാറ്റോ വോൾക്കാനോ, ക്രേറ്റർ, കാൽഡറ, ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ്, മിഡ് ഓഷ്യാനിക് റിഡ്ജസ്, ഹോട്ട് സ്പ്രിങ്സ് ആൻഡ് ഗീസേഴ്സ്. അപ്പൊ ഇത്രയും ആൾക്കാർ എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസിൽ വരുന്ന ഷീൽഡ് വോൾക്കാനോ, കോമ്പോസിറ്റ് വോൾക്കാനോ, സ്ട്രാറ്റോ വോൾക്കാനോ, ക്രേറ്റർ, കാൽഡറ, ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ്, മിഡ് ഓഷ്യാനിക് റിഡ്ജസ്, ഹോട്ട് സ്പ്രിങ്സ് ആൻഡ് ഗീസേഴ്സ്. അപ്പൊ ഇത് ഓരോന്നും എന്താണ് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഷീൽഡ് വോൾക്കാനോ, നമ്മൾ കഴിഞ്ഞ ദിവസം വോൾക്കാനിസത്തിന്റെ ലാവയുടെ ടൈപ്സ് പറഞ്ഞായിരുന്നു. അപ്പൊ ലാവ ടൈപ്സ് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഷീൽഡ് വോൾക്കാനോ എന്ന് പറയുന്നത്. അതായത് ഒരു ഷീൽഡിന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ജെന്റലി സ്ലോപ്പിംഗ് ആയിട്ടുള്ള വോൾക്കാനോസ് ആണ് ഷീൽഡ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഈ ഷീൽഡ് വോൾക്കാനോ ഫോം ചെയ്യുന്നത് തന്നെ ബേസിക് ലാവ കൊണ്ടാണ്. ബേസിക് ലാവ അല്ലെങ്കിൽ ബസാൾട്ടിക് ലാവ, ബേസിക് ലാവ അല്ലെങ്കിൽ ബസാൾട്ടിക് ലാവ കൊണ്ടാണ് ഷീൽഡ് വോൾക്കാനോ ഫോം ചെയ്യുന്നത്. ഇനി നമുക്കറിയാം ബേസിക് ലാവയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൂരയിലോട്ട് അത് എന്ത് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ചെയ്യും. കാരണം അത് ഫ്ലൂയിഡ് നേച്ചർ ആണ്. അപ്പോൾ ഫ്ലൂയിഡ് നേച്ചർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ദൂരം അത് ഒഴുകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം ഒഴുകിക്കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന വോൾക്കാനോ എന്ന് പറയുന്നത് ലാർജ് വോൾക്കാനോസ് ആയിരിക്കും അല്ലെങ്കിൽ എക്സ്റ്റെൻസീവ് വോൾക്കാനോസ് ആയിരിക്കും. പക്ഷെ അതിന് ഹൈറ്റ് കുറവായിരിക്കും. ഇപ്പൊ ബസാൾട്ടിക് ലാവ കൊണ്ട് ഇതുണ്ടാകുന്ന ജെന്റലി സ്ലോപ്പിംഗ് ആണ്, ലാർജ് എക്സ്റ്റെന്റിലാണ് കാണുന്നത്. ഇനി ഇവർ പൊതുവെ എക്സ്പ്ലോസീവ് അല്ല, ജനറലി നോട്ട് എക്സ്പ്ലോസീവ്. എന്തുകൊണ്ടാണ് പൊതുവെ എക്സ്പ്ലോസീവ് അല്ലാത്തത്? കാരണം ബേസിക് ലാവയുടെ സ്വഭാവം എന്ന് പറയുന്നത് ഫ്ലൂയിഡിറ്റി ആണ്. ഒരു പുഴ ഒഴുകുന്ന പോലെയാണ് ഈ സാധനം ഒഴുകുന്നത്. സ്വാഭാവികമായിട്ടും അവിടെ ഇത് സോളിഡിഫൈ ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ജനറലി എക്സ്പ്ലോസീവ് അല്ല. പക്ഷെ ചില സമയത്ത് എക്സ്പ്ലോസിവിറ്റി കാണിക്കും. എപ്പോഴാണ് എക്സ്പ്ലോസിവിറ്റി കാണിക്കുക? എയ്തർ അതിന്റെ വെന്റില് വാട്ടർ കളക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും ഒന്നില്ലെങ്കിൽ വാട്ടർ കളക്ട് ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ ബസാൾട്ടിക് ലാവ വരുന്ന ഒരു വോൾക്കാനോ അത് എക്സ്പ്ലോഡ് ചെയ്ത് ഒരുപാട് വർഷങ്ങളായി എന്ന് വിചാരിക്കാം. അതിൽ ഒരുപാട് വർഷങ്ങളായി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇറപ്ഷൻ കുറെ നാൾ കഴിഞ്ഞിട്ടാണ് നടക്കുന്നെങ്കിൽ ആ സാഹചര്യത്തിലും അത് സോളിഡിഫൈ ചെയ്യാം. അപ്പൊ ജനറലി നോട്ട് എക്സ്പ്ലോസീവ് ആണെങ്കിലും സംടൈംസ് ഇറ്റ് ഗെറ്റ് എക്സ്പ്ലോസീവ്. ഇനി ഷീൽഡ് വോൾക്കാനോ ഒക്കെ എക്സാമ്പിൾ ആണ് ഹവായിയൻ ഷീൽഡ് വോൾക്കാനോ. നമുക്കറിയാം പസഫിക് ഓഷനിലെ ഒരു ഐലൻഡ് ആണ് ഹവായി. നമ്മള് യൂട്യൂബിലൊക്കെ എന്താ വ്ളോഗ്സ് ഒക്കെ കാണാറുണ്ട് അല്ലെ. ഹവായിയൻ ഐലൻഡ്സിന്റെ കുറെ സ്വിമ്മേഴ്സ് ഒക്കെ അവിടെ പോകുന്നതൊക്കെ ജസ്റ്റ് കാണിക്കാറുണ്ട്. അപ്പോൾ ഈ ഹവായിയൻ വോൾക്കാനോ എന്ന് പറയുന്നത് ഷീൽഡ് വോൾക്കാനോക്ക് ഒരു എക്സാമ്പിൾ. ഇനി അടുത്തതാണ് നമ്മുടെ സ്ട്രാറ്റോ വോൾക്കാനോ അഥവാ കോമ്പോസിറ്റ് വോൾക്കാനോ എന്ന് പറയുന്നത്. ഇത് ഷീൽഡ് വോൾക്കാനോന്റെ ഒരു പിക്ചർ ആണ്, നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് കോമ്പോസിറ്റ് വോൾക്കാനോ അല്ലെങ്കിൽ സ്ട്രാറ്റോ വോൾക്കാനോ എന്ന് പറയുന്നത്. ഈ കോമ്പോസിറ്റ് വോൾക്കാനോ എന്ന് പറയുന്നത് അസിഡിക് ലാവ കൊണ്ടാണ് ഉണ്ടായേക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അസിഡിക് ലാവയ്ക്ക് അധികം ദൂരം എന്ത് ചെയ്യാൻ പറ്റില്ല, ഫ്ലോ ചെയ്യാനായിട്ട് പറ്റില്ല. അധികം ദൂരം ഫ്ലോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഒരു ലിമിറ്റഡ് എക്സ്റ്റെന്റ് വരെയാണ് അത് ഫ്ലോ ചെയ്തെത്തത്തുള്ളൂ. അപ്പൊ ഇത് ഉണ്ടാക്കുന്ന വോൾക്കാനോസ് എന്ന് പറയുന്നത് സ്റ്റീപ്പ് സൈഡഡ് വോൾക്കാനോസ് ആയിരിക്കും. ഇനി ഇവരാണ് ലോകത്തിലെ ഹൈയസ്റ്റ് വോൾക്കാനോസ് ക്രിയേറ്റ് ചെയ്യുന്ന ആൾക്കാർ. കോമ്പോസിറ്റ് വോൾക്കാനോയാണ് ലോകത്തിലെ ഹൈയസ്റ്റ് വോൾക്കാനോസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഈ കോമ്പോസിറ്റ് വോൾക്കാനോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ അസിഡിക് ലാവയാണല്ലോ. അസിഡിക് ലാവ പെട്ടെന്ന് സോളിഡിഫൈ ചെയ്യും. അസിഡിക് ലാവ പെട്ടെന്ന് സോളിഡിഫൈ ചെയ്താൽ നെക്സ്റ്റ് ടൈം വരുന്ന ലാവയ്ക്ക് നല്ല പ്രഷർ ഉപയോഗിക്കേണ്ടി വരും. നല്ല പ്രഷർ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അടുത്ത ലാവ പുറത്തു വരുമ്പോൾ പ്രഷർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ലൗഡ് എക്സ്പ്ലോഷൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ജനറലി
കോമ്പോസിറ്റ് വോൾക്കാനോസ് മേക്ക് ലൗഡ് എക്സ്പ്ലോഷൻസ്. ഇനി ഏറ്റവും കൂടുതൽ ഈ കോമ്പോസിറ്റ് വോൾക്കാനോസ് കാണുന്നത് റിം ഓഫ് ഫയർ എന്ന് പറയുന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ്. എന്താണ് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്? പസഫിക് ഓഷ്യന് ചുറ്റും ഒരുപാട് വോൾക്കാനോസ് കാണുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മൾ ജോഗ്രഫി തിയറിയിൽ പഠിക്കും. അപ്പൊ ആ പസഫിക് ഓഷ്യന് ചുറ്റുമുള്ള ഏരിയയാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ അല്ലെങ്കിൽ റിം ഓഫ് ഫയർ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, പസഫിക് റിംഗ് ഓഫ് ഫയർ അല്ലെങ്കിൽ റിം ഓഫ് ഫയർ, കാരണം പസഫിക് ഓഷ്യന് ചുറ്റും ഒരുപാട് വോൾക്കാനോസ് കാണുന്നുണ്ട്. അതാണ് പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങളെ പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് പസഫിക് ഓഷ്യൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ പസഫിക് ഓഷ്യന് ചുറ്റും നിങ്ങൾക്ക് റെഡ്, ഇതാണ് പസഫിക് ഓഷ്യൻ. ഈ പസഫിക് ഓഷ്യന് ചുറ്റും റെഡ് കളറിലെ ട്രയാങ്കിൾസ് കാണാം. ഇതെന്താണ്? ഇത് മൊത്തം വോൾക്കാനോസ് ആണ്. അപ്പൊ പസഫിക് ഓഷ്യനെ ചുറ്റുന്നോണ്ടാണ് ഈ സാധനത്തിന് റിംഗ് ഓഫ് ഫയർ, പസഫിക് റിംഗ് ഓഫ് ഫയർ എന്ന് പറയുന്നത്. പസഫിക് റിംഗ് ഓഫ് ഫയർ, അല്ലെങ്കിൽ നമുക്ക് വിളിക്കാം റിം ഓഫ് ഫയർ. ആ പേരിൽ ഒരു ഇംഗ്ലീഷ് മൂവി തന്നെ ഉണ്ട്, റിം ഓഫ് ഫയർ. അല്ലെങ്കിൽ നമുക്ക് സർക്കം പസഫിക് ബെൽറ്റ് എന്ന് വിളിക്കാം. സർക്കം പസഫിക് ബെൽറ്റ് എന്നും വിളിക്കാം. അപ്പൊ റിംഗ് ഓഫ് ഫയർ, പസഫിക് റിംഗ് ഓഫ് ഫയർ, അല്ലെങ്കിൽ സർക്കം പസഫിക് ബെൽറ്റ് എന്നൊക്കെ വിളിക്കാം. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ഇത് കണ്ടു. ഓക്കെ, രണ്ടാമത്തെ ടൈപ്പ് ഓഫ് വോൾക്കാനോ നമ്മൾ കണ്ടു, കോമ്പോസിറ്റ് വോൾക്കാനോ. ഈ കോമ്പോസിറ്റ് വോൾക്കാനോക്ക് കുറച്ച് എക്സാമ്പിൾ നോക്കാം. മേയൻ വോൾക്കാനോ ഇൻ ഫിലിപ്പീൻസ്, ഫിലിപ്പീൻസിൽ വരുന്ന മേയൻ വോൾക്കാനോ. ഫ്യൂജി ഇൻ ജപ്പാൻ, ജപ്പാനിൽ വരുന്ന ഫ്യൂജി. മൗണ്ട് സെമേരു ഇൻ ഇന്തോനേഷ്യ, ഇത് പ്രീവിയസ് ഇയർ UPSC ക്വസ്റ്റ്യൻ ആണ്. മൗണ്ട് സെമേരു അത് ഇന്തോനേഷ്യ. എറ്റ്ന ഇൻ ഇറ്റലി, ഇറ്റലിയിലെ എറ്റ്ന. ഓക്കെ, അപ്പൊ മേയൻ വോൾക്കാനോ ഇൻ ഫിലിപ്പീൻസ്, ഫ്യൂജി ഇൻ ജപ്പാൻ, സൊമേരു ഇൻ ഇന്തോനേഷ്യ, എറ്റ്ന ഇൻ ഇറ്റലി. അപ്പൊ നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. എന്താണെന്നറിയാവോ? റീസെന്റ് ഇറപ്റ്റ് ചെയ്തേക്കുന്ന വോൾക്കാനോസ് നമ്മളോട് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ വർഷം പത്രത്തിൽ വന്നതാണ് ഹുങ്ക ടോങ്ക. ഇതൊരു വോൾക്കാനോ ആണ്, ഹുങ്ക ടോങ്ക. ടോങ്ക ഐലൻഡിലാണ് ഇത്, ഹുങ്ക ടോങ്ക. ഹുങ്ക ടോങ്ക ഇതാണ് ഈ വർഷം ഇറപ്റ്റ് ചെയ്ത ഫേമസ് ആയിട്ടുള്ള ഒരു വോൾക്കാനോ. അത് ടോങ്കയിലാണ് എന്നൊന്ന് ഓർത്ത് ഇരിക്കുക. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്, അപ്പൊ ഇതാണ് നമ്മുടെ സ്ട്രാറ്റോ വോൾക്കാനോ അല്ലെങ്കിൽ കോമ്പോസിറ്റ് വോൾക്കാനോയ്ക്ക് ഒരു ഉള്ള ഒരു പിക്ചർ കാണാലോ. നല്ല സ്റ്റീപ്പ് സൈഡഡ് ആണ്, ഹൈറ്റ് കൂടുതലാണ്. അടുത്താണ് ക്രേറ്റർ. എന്താണ് ക്രേറ്റർ എന്ന് പറയുന്നത്? ക്രേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മള് വോൾക്കാനിക് മൗണ്ടൻസ് ഉണ്ടല്ലോ, ഈ വോൾക്കാനിക് മൗണ്ടൻസിൽ ലാവ വരുന്നത് ഒരു പൈപ്പിലൂടെയാണ്. ഈ ലാവ വരുന്ന പൈപ്പിന്റെ ഏറ്റവും മുകളിലായി കാണുന്ന ഡിപ്രഷൻ, ദ ഡിപ്രഷൻസ് പ്രസന്റ് അറ്റ് ദി മൗത്ത് ഓഫ് എ വോൾക്കാനോ is known as volcanic mountain, is known as crater. അപ്പൊ ക്രേറ്റർ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇറ്റ്സ് എ ഡിപ്രഷൻ. ഓക്കെ, പ്രസന്റ് ഇൻ ദി വോൾക്കാനിക് വെന്റ്. ഇനി ഇതിലൂടെയാണ് ലാവ പുറത്തു വരിക. ഇതിനെയാണ് ക്രേറ്റർ എന്ന് നമ്മൾ പറയുക. സാധാരണഗതിയിൽ വോൾക്കാനോന്റെ മുകളിലാണ് ക്രേറ്റർ കാണുക. ഇത് കൂടാതെ ക്രേറ്റർ എന്ന് പറയുന്ന സ്പെല്ലിംഗ് A ആണ്. ക്രേറ്റർ എന്ന് പറയുന്നത് വേറെ കുറെ സാധനങ്ങളെയും ക്രേറ്റർ എന്ന് വിളിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ചന്ദ്രനിലുള്ള കുഴികളെ ക്രേറ്റർ എന്നാണ് വിളിക്കുക. അതുപോലെ തന്നെ ക്രേറ്റർ എന്ന് വിളിക്കുന്ന മറ്റൊരു സംഭവമാണ്, നിങ്ങൾ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുണ്ടാവും, ഈ വർഷത്തെ കറണ്ട് അഫയേഴ്സിൽ വന്ന ദർവാസ ഗ്യാസ് ക്രേറ്റർ. ദർവാസ ഗ്യാസ് ക്രേറ്റർ. ദർവാസ ഗ്യാസ് ക്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ ഗ്യാസ് കുഴിച്ചെടുക്കുന്ന സ്ഥലമാണ്, നാച്ചുറൽ ഗ്യാസ് ഫീൽഡ് ആണ്. ഇത് ടർക്ക്മെനിസ്ഥാനിലാണ്. ചിലപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിക്കും, എവിടെയാണ് ദർവാസ ഗ്യാസ് ക്രേറ്റർ? ടർക്ക്മെനിസ്ഥാനിലാണ് ദർവാസ ഗ്യാസ് ക്രേറ്റർ. അത് പക്ഷെ വോൾക്കാനിസം വഴി ഉണ്ടാവുന്ന ക്രേറ്റർ അല്ല, അത് നാച്ചുറൽ ഗ്യാസ് ഫീൽഡ് ആണ്. അപ്പൊ നാച്ചുറൽ ഗ്യാസ് ഫീൽഡിൽ ഇടയ്ക്ക് ഫയർ ആക്സിഡൻസ് ഉണ്ടാവും, കാരണം ഈ നാച്ചുറൽ ഗ്യാസ് ഇടയ്ക്ക് കത്തും. അപ്പൊ ഈ ദർവാസ ഗ്യാസ് ക്രേറ്ററിൽ ഇടയ്ക്കിടയ്ക്ക് ഫയർ ആക്സിഡൻസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഡോർ ടു ഹെൽ എന്ന അർത്ഥത്തിലാണ് അതിനെ ദർവാസ ഗ്യാസ് ക്രേറ്റർ എന്ന് വിളിക്കുന്നത്. ടർക്ക്മെനിസ്ഥാനിലാണ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്ന ക്രേറ്റർ എന്ന് പറയുന്നത്, നമ്മൾ പറഞ്ഞു എന്താണ്, വോൾക്കാനിക് മൗണ്ടൻസിന്റെ വെന്റിന്റെ അറ്റത്ത് കാണുന്ന കുഴികളാണ് ക്രേറ്റർ എന്ന് നമ്മൾ പറയുക. ഇനി ഈ ക്രേറ്ററിൽ എങ്ങാനും വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ ഇവരെ ക്രേറ്റർ ലേക്ക് എന്ന് വിളിക്കും. അപ്പൊ ക്രേറ്ററിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ ചില സമയത്ത് ക്രേറ്റർ ഇനാക്റ്റീവ് ആവും.
ഒരു എന്താ വോൾക്കാനോ ഡോർമെന്റ് ആയി പോവുകയാണ് അല്ലെങ്കിൽ എക്സ്റ്റിന്റ് ആയി പോവുകയാണെങ്കിൽ ഈ ക്രേറ്ററിൽ വെള്ളം കെട്ടിക്കിടക്കും. അങ്ങനെ വെള്ളം കെട്ടിക്കിടന്നാൽ അതിനെ നമ്മൾ ക്രേറ്റർ ലേക്ക് എന്ന് വിളിക്കും. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഒരു ക്രേറ്റർ ലേക്ക് ഉണ്ട്. ആ ക്രേറ്റർ ലേക്കിന്റെ പേരാണ് ലോണാർ ലേക്ക്. നമ്മുടെ പരീക്ഷകൾക്ക് ലേക്ക് വളരെ ഇമ്പോർട്ടന്റ് ആ. ലേക്ക് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ലോണാർ ലേക്ക് ആണ് നമ്മുടെ ഇന്ത്യയിൽ വരുന്ന ഒരു ക്രേറ്റർ ലേക്ക്. പക്ഷെ ഇത് വോൾക്കാനിക് ഇറപ്ഷൻസ് കൊണ്ട് ഉണ്ടായതല്ല ലോണാർ ലേക്ക്. ഇത് മീറ്റിയോർ ഇമ്പാക്ട് കൊണ്ട് ഉണ്ടായതാണ്. മീറ്റിയോർ ഇമ്പാക്ട് കൊണ്ട് ഉണ്ടായേക്കുന്ന ലേക്കാണ് ക്രേറ്റർ ലേക്ക് എന്ന് പറയുന്നത്. ഇനി ക്രേറ്റർ ലേക്ക് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിലാണ് ക്രേറ്റർ ലേക്ക്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. എന്താണ് ക്രേറ്റർ? സ്മോൾ ഡിപ്രഷൻസ് പ്രസന്റ് അറ്റ് ദി മൗത്ത് ഓഫ് വോൾക്കാനിക് വെൻസ്. പിന്നെ നമ്മൾ പറഞ്ഞു ക്രേറ്റർ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ല, ചന്ദ്രനിൽ കാണുന്ന കുഴികളെയും ക്രേറ്റർ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നാച്ചുറൽ ഗ്യാസ് ഫീൽഡുകളിൽ എന്താ ഫയർ ആക്സിഡൻസ് ഉണ്ടായാൽ അതിനെ ക്രേറ്റർ എന്ന് വിളിക്കും. ഇനി ക്രേറ്ററിൽ വെള്ളം ഫില്ല് ചെയ്തിടുന്ന ക്രേറ്റർ ലേക്ക് എന്ന് വിളിക്കും. ക്രേറ്റർ ലേക്കിന് എക്സാമ്പിൾ ആണ് ലോണാർ ലേക്ക്, മഹാരാഷ്ട്രയിലാണ്. പക്ഷെ അത് വോൾക്കാനിക് വെന്റിന്റെ മൗത്തിലല്ല ഫോം ചെയ്തേക്കുന്നത്, മീറ്റിയോർ ഇമ്പാക്ട് കൊണ്ട് ഫോം ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ന്യൂസ് പേപ്പറിൽ വന്ന ഒരു ക്രേറ്റർ, അത് ദർവാസ ഗ്യാസ് ക്രേറ്റർ ആണ്, ടർക്ക്മെനിസ്ഥാനിലാണ്, ഒരു നാച്ചുറൽ ഗ്യാസ് ഫീൽഡ് ആണ്. അടുത്തതാണ് കാൽഡറ. എന്താണ് കാൽഡറ എന്ന് പറയുന്നത്? നിങ്ങൾ നോക്കിക്കേ, ഈ ക്രേറ്ററും കാൽഡറയും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? കാൽഡറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുന്നത്, സ്റ്റെപ്പ് പോലെ. എന്തുകൊണ്ടാണ് ഇത് സ്റ്റെപ്പ് പോലെ ഇരിക്കുന്നത്? അതായത് ഇത് ക്രേറ്റർ ആണ് എന്ന് വിചാരിക്കുക. ഈ ക്രേറ്റർ ഇടിഞ്ഞ് ഇതിൽ തന്നെ വീണ് കഴിഞ്ഞാൽ, നമ്മൾ പറഞ്ഞല്ലോ അസിഡിക് ലാവയാണ് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കോമ്പോസിറ്റ് വോൾക്കാനോസ് ആണെങ്കിൽ ലൗഡ് എക്സ്പ്ലോഷൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ കോമ്പോസിറ്റ് വോൾക്കാനോയില് ലൗഡ് എക്സ്പ്ലോഷൻസ് ഉണ്ടാകുമ്പോൾ വോൾക്കാനോസിന്റെ മുകൾ ഭാഗം ഇടിഞ്ഞ് അതിൽ തന്നെ വീഴും. ഇഫ് ദ ക്രേറ്റർ ഈസ് കൊളാപ്സിങ് ഇൻ ടു ഇറ്റ് സെൽഫ്, ദാറ്റ് ഈസ് നോൺ ആസ് കാൽഡറ. ആ ക്രേറ്റർ കൊളാപ്സ് ചെയ്ത് അതിനുള്ളിൽ തന്നെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ, ക്രേറ്റർ കൊളാപ്സ് ചെയ്ത് അതിനുള്ളിൽ തന്നെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ക്രേറ്ററിന്റെ സൈസ് കൂടും. അതൊരു സ്റ്റെപ്പ് ലൈക്ക് ഫീച്ചർ ആയി മാറും. ഇതിനെയാണ് കാൽഡറ എന്ന് പറയുക. അപ്പൊ കാൽഡറ സാധാരണയായിട്ട് കാണുന്നത് ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വോൾക്കാനിക് വെന്റുകളിലാണ്. ഹൈലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വോൾക്കാനിക് വെന്റുകളിലാണ് കാൽഡറ കാണുക. ഇനി കാൽഡറയിൽ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കാൽഡറ ലേക്ക് എന്ന് വിളിക്കും. അടുത്താണ് ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ്. എന്താണ് ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ് എന്ന് പറയുന്നത്? ഇപ്പോ ഓൾറെഡി നമ്മൾ 4 ലാൻഡ് ഫോംസ് പഠിച്ചു എക്സ്ക്ലൂസീവില്. ആ 4 ലാൻഡ് ഫോംസ് ഏതൊക്കെയായിരുന്നു? ഷീൽഡ് വോൾക്കാനോ, കോമ്പോസിറ്റ് വോൾക്കാനോ, ക്രേറ്റർ, കാൽഡറ. 4മത്തെയാണ് ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ്. എന്താണ് ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ് എന്ന് പറയുന്നത്? ബസാൾട്ടിക് ലാവ. ബസാൾട്ടിക് ലാവ നിങ്ങൾക്ക് അറിയാം, വെള്ളം പോലെ ഒഴുകുന്ന ലാവയാണ്. ബസാൾട്ടിക് ലാവ എന്താ ഒരു സ്ഥലത്ത് പരന്നൊഴുകി അവിടെ കിടന്ന് സോളിഡിഫൈ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ഉണ്ടാവുന്ന റീജിയൻസിനെയാണ് ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ് എന്ന് പറയുന്നത്. പ്രൊവിൻസ് എന്ന വാക്കിന്റെ അർത്ഥം റീജിയൻ എന്നാണ്. പ്രൊവിൻസ് എന്ന വാക്കിന്റെ അർത്ഥം റീജിയൻ എന്നാണ്. ഇപ്പൊ ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബസാൾട്ടിക് ലാവ പരന്നൊഴുകി ഒരു സ്ഥലത്ത് കിടന്ന് സോളിഡിഫൈ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന ലാൻഡ് ഫോംസ് ആണ് ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ് എന്ന് പറയുന്നത്. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ത്യയുടെ ഡെക്കാൻ പ്ലേറ്റ്. നിങ്ങൾ ഈ കാണുന്നതാണ് ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത്. അപ്പൊ ഡെക്കാൻ പ്ലേറ്റു ആണ് ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഡെക്കാൻ പ്ലേറ്റു ഇസ് എ ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ്. ഓക്കെ, അപ്പൊ ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ് എന്താണ് എന്ന് ക്ലിയർ ആയി അല്ലെ? ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ആണ്. മിഡ് ഓഷ്യാനിക് റിഡ്ജസിനെ കുറിച്ച് പലതരത്തിലും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. എന്താണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത്? ഓഷ്യന്റെ അടിത്തട്ടില് 2 ഓഷ്യൻ ക്രസ്റ്റുകൾ തമ്മിൽ പരസ്പരം ഡൈവേർജ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഓഷ്യന്റെ അടിത്തട്ടില് 2 ഓഷ്യൻ ക്രസ്റ്റുകൾ തമ്മിൽ ഡൈവേർജ് ചെയ്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്കറിയാം ക്രസ്റ്റിന്റെ അടിയിലാണ് എന്തിരിക്കുന്നത്? മാന്റിൽ ഇരിക്കുന്നത്. മാന്റിലിൽ നിന്ന് ലാവ പുറത്തു വരും. ആ പുറത്തു വരുന്ന ലാവ ഓഷ്യൻ ക്രസ്റ്റിന്റെ 2 സൈഡിലായി ഡെപ്പോസിറ്റ് ചെയ്യും. ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ അതൊരു റിഡ്ജ് ലൈക്ക് ഫോർമേഷൻ ആയിട്ടാണ് മാറുക. റിഡ്ജ് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ വരമ്പ് എന്നാണ് അർത്ഥം. നമ്മൾ പാടത്തൊക്കെ വരമ്പ് കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ പാടവരമ്പ് പോലെ 2 സൈഡിലായിട്ട് എന്ത് കാണാനായിട്ട് സാധിക്കും? ഒരു സ്ട്രക്ചർ കാണാനായിട്ട് സാധിക്കും. ഇതിനെയാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് പറയുന്നത്. അപ്പോ മിഡ് ഓഷ്യാനിക് റിഡ്ജ് ഉണ്ടാവണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്താ? ഡൈവേർജൻസ് ഓഫ് ഓഷ്യൻ പ്ലേറ്റ്സ്.
രണ്ട് ഓഷ്യൻ പ്ലേറ്റുകൾ തമ്മിൽ ഡൈവേർജ് ചെയ്യണം. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഫോം ചെയ്യണമെങ്കിൽ രണ്ട് ഓഷ്യൻ പ്ലേറ്റ്സ് തമ്മിൽ ഡൈവേർജ് ചെയ്യണം. രണ്ട് ഓഷ്യൻ പ്ലേറ്റ്സ് തമ്മിൽ ഡൈവേർജ് ചെയ്യുമ്പോൾ മാന്റിലിൽ നിന്ന് മാഗ്മ പുറത്തു വരും. അത് ഓഷ്യൻ പ്ലേറ്റ്സിന്റെ രണ്ട് സൈഡിലായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പോ കൺവേർജൻ ബൗണ്ടറീസിൽ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഉണ്ടാവോ? ഇല്ല. ഡൈവേർജൻ ബൗണ്ടറീസിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. ഇനി നിങ്ങൾ ആ പേര് നോക്കിക്കേ, മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പോ ഇവിടെ നിങ്ങളോട് ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ആർ ഓൾവേസ് ഇൻ ദി മിഡിൽ ഓഫ് ഓഷ്യൻസ് ആണോ? മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത് ഓൾവേസ് മിഡിൽ ഓഫ് ഓഷ്യൻസിലാണോ? അല്ല. മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത് മിഡ് ഓഷ്യൻ എന്ന് വിളിച്ചാലും അത് മിഡിൽ ഓഫ് ഓഷ്യൻസിലല്ല. അതെ, പിന്നെ എന്തുകൊണ്ടാണ് അതിനെ നമ്മൾ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് വിളിക്കുന്നത്? കാരണം ഇത് ആദ്യമായി കണ്ടെത്തിയത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. ഇത് ആദ്യമായി കണ്ടെത്തിയത് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ്. അറ്റ്ലാന്റിക് ഓഷ്യനിൽ നമ്മൾ ഈ സാധനം കണ്ടുപിടിച്ചപ്പോ നമ്മൾ ആദ്യം ഇത് കണ്ടത് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യന്റെ നടുവിലായിട്ടാണ്. സെക്കൻഡ് വേൾഡ് വാറിന്റെ ടൈമിൽ സബ്മറൈൻസ് യൂസ് ചെയ്തു. ഈ സബ്മറൈൻസ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തത് അറ്റ്ലാന്റിക് ഓഷ്യന് കുറുകെയാണ്. കാരണം അറ്റ്ലാന്റിക് ഓഷ്യന്റെ അപ്പുറം ഇപ്പുറം ആയിട്ടാണ് നമ്മുടെ അമേരിക്കയും യൂറോപ്യൻ നേഷൻസും ഇരിക്കുന്നത്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ അറ്റ്ലാന്റിക് ഓഷ്യന്റെ അടിയിലൂടെ പോയ ഈ സബ്മറൈൻസ് അല്ലെങ്കിൽ അന്തർവാഹിനികൾ അവര് ഓഷ്യൻ അടിയിലായി ഒരു റിഡ്ജ് ലൈക്ക് ഫോർമേഷൻ കണ്ടു. അതും അറ്റ്ലാന്റിക് ഓഷ്യന്റെ മിഡിലായി കണ്ടു എന്നതാണ്. അറ്റ്ലാന്റിക് ഓഷ്യന്റെ മിഡിലായിട്ട് കണ്ടത് കൊണ്ട് തന്നെ അറ്റ്ലാന്റിക് ഓഷ്യന്റെ മിഡിലായത് കണ്ടത് കൊണ്ട് തന്നെയാണ് ഇതിനെ മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് നമ്മൾ വിളിച്ചത്. ഇനി നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക, മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് അറ്റ്ലാന്റിക് ഓഷ്യന് കുറുകെ ആയതുകൊണ്ട് നമ്മൾ വിളിച്ചല്ലോ. പിന്നീട് നമ്മൾ നോക്കിയപ്പോ പസഫിക് ഓഷ്യനിലും ഇന്ത്യൻ ഓഷ്യനിലൊക്കെ ഇത് പല സ്ഥലങ്ങളിലായിട്ടാണ് കിടന്നത്. പക്ഷെ ആദ്യമായി വിളിച്ചത് മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്നായതുകൊണ്ട് തന്നെ ആ പേര് പിന്നെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ നിങ്ങളോട് ഒരു സ്റ്റേറ്റ്മെന്റ് പറയാണ്, മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ആർ ഓൾവേസ് ഇൻ ദി മിഡിൽ ഓഫ് ഓഷ്യൻ. അങ്ങനെ പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, എല്ലാ മിഡ് ഓഷ്യാനിക് റിഡ്ജസും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് എല്ലാ ഓഷ്യനിലും മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ഉണ്ട്, അവർ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ തമ്മിൽ കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഏകദേശം 70,000 കിലോമീറ്റർ നീളത്തിലാണ് ഈ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് കിടക്കുന്നത്. ഏകദേശം 70,000 കിലോമീറ്റർ ആണ് ഇതിന്റെ ടോട്ടൽ നീളം എന്ന് പറയുന്നത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കരയിലെയും കടലിലെയും ഇപ്പൊ നിലവിലുള്ള എല്ലാ മൗണ്ടൻസും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നീളം കൂടിയ മൗണ്ടൻ എന്ന് പറയുന്നത് മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ആണ്. നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് ലോങ്സ്റ്റ് മൗണ്ടൻ റേഞ്ചസ് ഇൻ ദി വേൾഡ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ വിൽ ബി ആൻഡിസ്. ആൻഡിസ് ആയിരിക്കും ആൻസർ ആയിട്ട് വരിക. ആൻഡിസ് ഈസ് ദി മൗണ്ടൻസ് ദാറ്റ് പ്രസന്റ് ഇൻ സൗത്ത് അമേരിക്ക. പക്ഷെ ഇവിടെ കരയും കടലും ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ലോങ്സ്റ്റ് മൗണ്ടൻ ഏതാണ് എന്ന് ചോദിച്ചാൽ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ആണ്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറഞ്ഞൊരു വരമ്പ് പോലെയല്ലേ, ഇത്രയും ഹൈറ്റ് ഉണ്ടാവോ? തീർച്ചയായിട്ടും. വരമ്പ് പോലെ എന്ന് പറയുമ്പോൾ അതൊരു ഉയർന്ന ലാൻഡ് മാസ് ആണെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിന് മൗണ്ടൻസിന്റെ അത്രയും ഉയരം ഉണ്ടാവാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മിഡ് ഓഷ്യാനിക് റിഡ്ജസിന്റെ സീ ലെവലിന് മുകളിലോട്ട് പൊങ്ങി വന്ന ഭാഗമാണ് ഐസ്ലാൻഡ് ആയി ഫോം ചെയ്തിരിക്കുന്നത്. ഐസ്ലാൻഡ് എന്ന് പറയുന്ന രാജ്യം തന്നെ മിഡ് ഓഷ്യാനിക് റിഡ്ജസിന്റെ പാർട്ടാണ്. മിഡ് ഓഷ്യാനിക് റിഡ്ജസിന്റെ മുകളിലോട്ട് പൊങ്ങി വന്ന ഭാഗത്തിനെയാണ് നമ്മൾ ഐസ്ലാൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി അടുത്തത്, ദ സെൻട്രൽ റീജിയൻ ഓഫ് ദിസ് റിഡ്ജസ് ഗെറ്റ് ഫ്രീക്വന്റ് ഇറപ്ഷൻ. അപ്പൊ നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, മിഡ് ഓഷ്യാനിക് റിഡ്ജസിൽ വോൾക്കാനിസം ആക്റ്റീവ് ആണ് എന്നുള്ളത്. ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കും, മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ആർ ആക്റ്റീവ് സൈറ്റ്സ് ഓഫ് വോൾക്കാനിസം. അതെ, മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എന്ന് പറയുന്നത് ആക്റ്റീവ് സൈറ്റ്സ് ഓഫ് വോൾക്കാനിസം ആണ് എന്ന് ഓർത്തിരിക്കുക. കാരണം എന്താ, അവിടെ രണ്ട് ഓഷ്യൻ പ്ലേറ്റ്സ് തമ്മിൽ ഡൈവേർജ് ചെയ്യുമ്പോൾ എപ്പോഴും ലാവ പുറത്തു വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ലാവ പുറത്തു വരുന്നതാണ് വോൾക്കാനിസം. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഈസ് ആക്റ്റീവ് സൈറ്റ് ഓഫ് വോൾക്കാനിസം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസിനെ കുറിച്ച് പറയാനുള്ളത്. മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്? ഓഷ്യൻ പ്ലേറ്റ്സ് തമ്മിൽ ഡൈവേർജ് ചെയ്യുമ്പോൾ. ഇനി എവിടെയാണ് കാണുന്നത്? സീയുടെ അടിയിലായിട്ടാണ് കാണുന്നത്, സീ ബോട്ടംസിലായിട്ടാണ് കാണുന്നത്. ലോകത്തിലെ മിഡ് ഓഷ്യാനിക് റിഡ്ജസ് എല്ലാ ഓഷ്യനിലും മിഡിലാണോ? അല്ല. അറ്റ്ലാന്റിക് ഓഷ്യനിൽ മാത്രമാണ് മിഡിലായി കാണുന്നത്. ബാക്കി ഓഷ്യൻസിലൊക്കെ തോന്നിയ സ്ഥലങ്ങളിലാണ്. പക്ഷെ ആദ്യമായി കണ്ടുപിടിച്ച അറ്റ്ലാന്റിക് ഓഷ്യനിലായതുകൊണ്ടാണ് അതിന് മിഡ് ഓഷ്യാനിക് റിഡ്ജ് എന്ന് ഇപ്പോഴും വിളിക്കുന്നത്. ഇനി ലോകത്തിലെ എല്ലാ മിഡ് ഓഷ്യാനിക് റിഡ്ജസും തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ടോട്ടൽ നീളം എന്ന് പറയുന്നത് 70,000 കിലോമീറ്റേഴ്സ് ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ആക്റ്റീവ് സൈറ്റ് ഓഫ് വോൾക്കാനിസം.
അവിടെ വോൾക്കാനിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ ലാവ എപ്പോഴും പുറത്തു വരുന്നുണ്ട് എന്ന് വേണം പറയാനായിട്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസിന്റെ പിക്ചർ. നിങ്ങൾക്ക് ഇവിടെ കാണാം, ദേ ഇതാണ് ആ വിടവ്. രണ്ട് ഓഷ്യൻ ക്രസ്റ്റുകൾ തമ്മിൽ അകന്നു പോകുമ്പോൾ ഉണ്ടാവുന്ന റിഫ്റ്റ് ആണ് ഇത്. ഈ റിഫ്റ്റിന്റെ രണ്ട് സൈഡിലായിട്ട് ലാവ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടായേക്കുന്ന റിഡ്ജസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ലാവ ഡെപ്പോസിറ്റ് ചെയ്തുണ്ടായേക്കുന്ന മിഡ് ഓഷ്യാനിക് റിഡ്ജസ് ആണ് നമ്മൾ ഈ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് ഹോട്ട് സ്പ്രിങ്സ്. എന്താണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്? മണികരണില് ഒരു ക്ഷേത്രമുണ്ട്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് മണികരൺ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച്. മണികരണിൽ ഒരു ഒരു ക്ഷേത്രമുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ ഒരു പോണ്ട് ഉണ്ട്. ആ പോണ്ടിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ചൂടുവെള്ളം വരും. നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ നല്ല ആവി പറക്കുന്ന വെള്ളം, ചൂടുവെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചൂടുവെള്ളം വരുന്ന സ്ഥലങ്ങളെയാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുന്നത്. ലേക്ക് എന്താ ലേക്ക് ഓർ പോണ്ട്സ് ഫിൽഡ് വിത്ത് ഹോട്ട് വാട്ടർ. എങ്ങനെയാണ് അവിടെ ഹോട്ട് വാട്ടർ ഉണ്ടാവുക? ഹോട്ട് വാട്ടർ ഉണ്ടാവുക എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ലേക്ക് ഉണ്ട് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊരു ലേക്ക് ആണ് എന്ന് വിചാരിക്കുക. ഈ ലേക്കിനുള്ളിൽ വാട്ടർ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പൊ ഈ ലേക്കിന് അടിത്തട്ടിൽ എവിടെയെങ്കിലും ഒരു റിഫ്റ്റോ ഒരു ഫോൾട്ടോ ഉണ്ടെങ്കിൽ, ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്രാക്ക് ഉണ്ടായിരിക്കും. ഇതിന്റെ അടിയിൽ എവിടെയെങ്കിലും ഒരു ക്രാക്ക് ഉണ്ടായിരിക്കും. അപ്പൊ ഈ ക്രാക്കിനുള്ളിലൂടെ ലാവ പുറത്തു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. അതായത് എവിടെയെങ്കിലും ഒരു പോണ്ട് അല്ലെങ്കിൽ ലേക്ക് ഉണ്ടാവും, ഈ ലേക്കിൽ വാട്ടർ ഫില്ല് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. അപ്പൊ ഈ വാട്ടറിന്റെ അടുത്തോട്ടേക്ക് ലാവ പുറത്തു വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടാവും. ഇങ്ങനെ ലാവ പുറത്തു വരാനായി ശ്രമിക്കുമ്പോൾ ബേസിക്കലി ഈ പോണ്ടിലെ വെള്ളം ചൂടാവും. ഇതിനെയാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് പറയുക. അപ്പൊ അവിടെ മാഗ്മ പുറത്തു വരാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് ആ വെള്ളം ചൂടാവുന്നത്. ഓക്കെ, ഇതിനെയാണ് ഹോട്ട് സ്പ്രിങ്സ് എന്ന് നമ്മൾ പറയുന്നത്. ഇനി ഹോട്ട് സ്പ്രിങ്സിനെ തന്നെ നമ്മൾ വിളിക്കുന്ന വേറൊരു പേരാണ് ജിയോ തെർമൽ സ്പ്രിങ്സ്. അതായത് ഭൂമിക്കുള്ളിൽ നിന്ന് വരുന്ന തെർമൽ ആക്ടിവിറ്റി എന്ന അർത്ഥത്തിൽ നമ്മൾ ഇവരെ ജിയോ തെർമൽ സ്പ്രിങ് അല്ലെങ്കിൽ ഹൈഡ്രോ തെർമൽ സ്പ്രിങ് എന്ന് വിളിക്കാറുണ്ട്. ജിയോ തെർമൽ സ്പ്രിങ് അല്ലെങ്കിൽ ഹൈഡ്രോ തെർമൽ സ്പ്രിങ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് ഗീസേഴ്സ് എന്ന് പറയുന്നത്. അടുത്താണ് ഗീസേഴ്സ്. ഹോട്ട് സ്പ്രിങ്സ് കഴിഞ്ഞാൽ ഗീസേഴ്സ്. എന്താണ് ഗീസേഴ്സ് എന്ന് പറയുന്നത്? ഈ ഹോട്ട് സ്പ്രിങ്ങിലെ വെള്ളം നല്ല രീതിയിൽ ചൂടാവുകയും ആ വെള്ളം നീരാവിയായി മാറുകയും ചെയ്യുന്നതിനെയാണ് ഗീസർ എന്ന് പറയുക. അതായത് ഹോട്ട് സ്പ്രിങ് ആക്ടിവിറ്റിയുടെ കുറച്ചും കൂടെ കൂടിയ ഫോം. ഹോട്ട് സ്പ്രിങ്ങിലാണ് ഈ ഹോട്ട് വാട്ടർ ആണ് ഉണ്ടാവുക. അതിന് എക്സാമ്പിൾ ആണ് നമ്മൾ പറഞ്ഞത് മണികരൺ. മണികരൺ എവിടെയാണെന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹിമാചലിലാണ് മണികരൺ. ഇതുപോലെ തന്നെ ലഡാക്കിലെ പുഗാ വാലിയിലും ഈ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ട്. ലഡാക്കിലെ പുഗാ വാലി, മണികരൺ ഇൻ ഹിമാചൽ പ്രദേശ് എല്ലാം ഹൈഡ്രോ തെർമൽ സ്പ്രിങ്ങിന് അല്ലെങ്കിൽ ജിയോ തെർമൽ സ്പ്രിങ്ങിന് ഉദാഹരണമാണ്. ഗീസർ ഞാൻ പറഞ്ഞു, ഈ ഹോട്ട് സ്പ്രിങ്ങിലെ വാട്ടർ ചൂടാവുകയും ആ ഹോട്ട് സ്പ്രിങ്ങിലെ വാട്ടർ നീരാവിയായി മാറുകയും ചെയ്യുകയാണെങ്കിൽ, സ്റ്റീമായി മുകളിലോട്ട് വരികയും ചെയ്യുകയാണെങ്കിൽ അതിനെ ഗീസർ എന്ന് വിളിക്കും. എന്തുകൊണ്ടാണ് സ്റ്റീമായിട്ട് മുകളിലോട്ട് വരുന്നത്? എയ്തർ മാഗ്മയുടെ സോഴ്സ് വലുതാണെങ്കിൽ, വരുന്ന മാഗ്മയുടെ അളവ് കൂടുതലാണ്, അല്ലെങ്കിൽ ആ താഴെ കിടക്കുന്ന മാഗ്മ സോഴ്സ് ലാർജ് ആണെങ്കിൽ, അതുമല്ലാന്നുണ്ടെങ്കിൽ മാഗ്മൽ സോഴ്സ് അടുത്താണെങ്കിൽ, പോണ്ടിന്റെ തൊട്ട് താഴെയായിട്ടാണ് ആ മാഗ്മയുടെ ഹ്യൂജ് ചേംബർ ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഈ രണ്ട് കേസസിലാണ് ഇവിടെ വെള്ളം നീരാവിയായി മാറാൻ ചാൻസ് ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇതിൽ വരുന്ന, അതായത് വോൾക്കാനിസത്തിൽ വരുന്ന എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് എന്ന് പറയുന്നത്. അപ്പൊ എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് നമ്മൾ പഠിച്ചു. ഷീൽഡ് വോൾക്കാനോ എന്ന ബസാൾട്ടിക് ലാവ അല്ലെങ്കിൽ ബേസിക് ലാവ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ജെന്റലി സ്ലോപ്പിംഗ് വോൾക്കാനോ ആണ്. ജനറലി എക്സ്പ്ലോസീവ് അല്ല, പക്ഷെ വെള്ളം കെട്ടിക്കിടക്കുകയാണെങ്കിൽ എക്സ്പ്ലോസീവ് ആവും. അടുത്ത കോമ്പോസിറ്റ് വോൾക്കാനോ അല്ലെങ്കിൽ സ്ട്രാറ്റോ വോൾക്കാനോ, നമ്മൾ പറഞ്ഞു സ്റ്റീപ്പ് സൈഡഡ് ആയിട്ടുള്ള വോൾക്കാനോ ആണ്. ഇതിന്റെ പ്രത്യേകത അസിഡിക് ലാവ കൊണ്ടാണ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഹയസ്റ്റ് വോൾക്കാനോസ് ആണ്. അടുത്ത ക്രേറ്റർ. ക്രേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ഡിപ്രഷൻ പ്രസന്റ് അറ്റ് ദി മൗത്ത് ഓഫ് വോൾക്കാനിക് വെന്റ്. വോൾക്കാനിക് വെന്റിന്റെ അറ്റത്തായി കാണുന്ന ചെറിയ ഡിപ്രഷൻസ് ആണ് ക്രേറ്റർ. ക്രേറ്ററിൽ വെള്ളം കെട്ടിക്കിടന്ന ക്രേറ്റർ ലേക്ക് എന്ന് വിളിക്കും. ഇന്ത്യയിൽ ഒരു ക്രേറ്റർ ലേക്ക് ഉണ്ട്, അതിനെ വിളിക്കുന്ന പേരാണ് ലോണാർ ലേക്ക്, മഹാരാഷ്ട്രയിലാണ്. ഇനി നമ്മൾ പറഞ്ഞു ജനറലി എക്സ്പ്ലോസീവ് ആയിട്ടുള്ള വോൾക്കാനോസ്, അത് പൊട്ടിത്തെറിക്കുമ്പോൾ ക്രേറ്റർ തന്നെ പൊട്ടി അതിനുള്ളിൽ വീഴാം. അങ്ങനെ കൊളാപ്സ്ഡ് ക്രേറ്റേഴ്സിനെയാണ് കാൽഡറ എന്ന് വിളിക്കുന്നത്. ദെൻ ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ്. ബേസിക് ലാവ അല്ലെങ്കിൽ ബസാൾട്ടിക് ലാവ പരന്നൊഴുകി അത് അവിടെ കിടന്ന് സോളിഡിഫൈ ചെയ്തുണ്ടാവുന്ന റീജിയൻസ് ആണ് ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ്. എക്സാമ്പിൾ ആണ് ഡെക്കാൻ റീജിയൻ. മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. രണ്ട് ഓഷ്യൻ പ്ലേറ്റ്സ് തമ്മിൽ ഡൈവേർ ചെയ്യുമ്പോൾ, കൺവേർ ചെയ്യുമ്പോഴല്ല, രണ്ട് ഓഷ്യൻ പ്ലേറ്റ്സ് തമ്മിൽ ഡൈവേർ ചെയ്യുമ്പോൾ
ഓഷ്യനുള്ളിൽ അല്ല മാൻഡിലിനുള്ളിൽ നിന്ന് മാഗ്മ വരികയും അത് രണ്ട് സൈഡിലായി ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ ഉണ്ടാകുന്ന റിഡ്ജ് ലൈക്ക് ഫോർമേഷൻസ് ആണ് മിഡ് ഓഷ്യാനിക് റിഡ്ജസ്. ഹോട്ട് സ്പ്രിങ്സ്, പോൺസ് ഓർ ലേക്സ് വിത്ത് ഹോട്ട് വാട്ടർ. ഒരു ലേക്ക് അല്ലെങ്കിൽ പോണ്ട്, അതിന്റെ അടിയിൽ എവിടെയെങ്കിലും മാഗ്മ വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ വാട്ടർ ചൂടാവും. അതാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഗീസേഴ്സ്, when this water turn into steams, ഇതിനെയാണ് ഗീസർ എന്ന് നമ്മൾ പറയുക. ഓക്കെ, അപ്പൊ എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇന്നലെ നമ്മൾ ഇൻട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോംസ് കണ്ടതാണ്. സില്ല്, ഡൈറ്റ്, ലാക്കോലിത്ത്, ലോപ്പോലിത്ത്, ഫാക്കോലിത്ത്, ബാത്തോലിത്ത്. അപ്പൊ നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ഒരു റീജിയനും കൂടെ അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ പസഫിക് റിംഗ് ഓഫ് ഫയർ, അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ് സർക്കം പസഫിക് ബെൽറ്റ്, അതും അല്ലെങ്കിൽ നമുക്ക് പറയാം റിംഗ് ഓഫ് ഫയർ. എന്താണ് സർക്കം പസഫിക് ബെൽറ്റ് അല്ലെങ്കിൽ റിംഗ് ഓഫ് ഫയർ അല്ലെങ്കിൽ റിം ഓഫ് ഫയർ എന്ന് പറയുന്നത്? സോറി, ഓക്കെ, പസഫിക് റിംഗ് ഓഫ് ഫയർ അല്ലെങ്കിൽ റിം ഓഫ് ഫയർ, അതും അല്ലെങ്കിൽ സർക്കം പസഫിക് ബെൽറ്റ് എന്ന് വിളിക്കാം. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പസഫിക് ഓഷ്യന് ചുറ്റുമായി കാണുന്ന ഒരു റീജിയൻ ആണിത്. ഇവിടെ പസഫിക് ഓഷ്യൻ പ്ലേറ്റും ബാക്കി ചുറ്റും കാണുന്ന കോണ്ടിനെന്റൽ പ്ലേറ്റുകളും തമ്മിൽ കൺവേർജ് ചെയ്യുന്നുണ്ട്. അതെന്താണ് എന്നുള്ളത് ഞാൻ പ്ലേറ്റ് ടെക്ടോണിക് തിയറി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം മനസ്സിലാക്കുക. ഇവിടെ പസഫിക് ഓഷ്യന്റെ പ്ലേറ്റും അതുപോലെ തന്നെ ചുറ്റുമുള്ള കോണ്ടിനെന്റൽ പ്ലേറ്റുകൾ, അതായത് നോർത്ത് അമേരിക്കൻ പ്ലേറ്റ്, സൗത്ത് അമേരിക്കൻ പ്ലേറ്റ്, യുറേഷ്യൻ പ്ലേറ്റ്, ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ്, ഇത്രയും പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ഇവർ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ഇവിടെ എർത്ത്ക്വിക്സും വോൾക്കാനിസവും കോമൺ ആയിട്ട് കാണാൻ പറ്റും. എർത്ത്ക്വിക്സും അതുപോലെ തന്നെ വോൾക്കാനിസവും, ഭൂചലനവും അതുപോലെ അഗ്നിപർവ്വത സ്ഫോടനങ്ങളും സ്ഥിരമായി കാണാനായി സാധിക്കും. ഈ ഏരിയയാണ് പസഫിക് റിം ഓഫ് ഫയർ അല്ലെങ്കിൽ സർക്കം പസഫിക് ബെൽറ്റ്, അതും അല്ലെങ്കിൽ റിം ഓഫ് ഫയർ എന്ന് പറയും. ഇനി നമുക്ക് വോൾക്കാനിസം റിലേറ്റഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു പ്രീവിയസ് ഇയർ PSC ക്വസ്റ്റ്യൻ ആണ്. എന്തിനാണ് ഞാൻ ഈ PSC ക്വസ്റ്റ്യൻ ഇവിടെ ഉൾപ്പെടുത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പഠിക്കുന്ന KS പരീക്ഷയ്ക്കാണ് പഠിക്കുന്നതെങ്കിൽ PSC തന്നിരിക്കുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിരിക്കണം. എന്നാലേ PSC എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ PSCയുടെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇത്. നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള, സാധാരണ നമ്മൾ വോൾക്കാനിക്സിൽ പഠിക്കാത്ത ഒരു കാര്യമാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാവോ? നിങ്ങളൊന്ന് കറക്കി കുത്താൻ ശ്രമിച്ചാലും മതി. അത് കഴിഞ്ഞിട്ട് ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് ഞാൻ ഡിസ്ക്രൈബ് ചെയ്തു തരാം. The volcanic pipe filled with breccia is exposed after prolonged erosion above the ground surface is called. അതായത് ഇവിടെ ഒരു വോൾക്കാനിക് മൗണ്ടൻ ഉണ്ട് എന്ന് വിചാരിക്കുക. ഈ വോൾക്കാനിക് മൗണ്ടന്റെ നടുവിൽ ഒരു വെന്റ് ഉണ്ടാവും. ആ വെന്റിലൂടെ ആയിരിക്കും ലാവ പുറത്തു വരാനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കുറെ നാൾ കഴിയുമ്പോൾ ഈ ചുറ്റുമുള്ള സ്ട്രക്ചർ ഇറോഡ് ചെയ്യപ്പെടും. കുറെ നാൾ കഴിയുമ്പോൾ ഈ ചുറ്റുമുള്ള മൗണ്ടനസ് സ്ട്രക്ചർ ഇറോഡ് ചെയ്യപ്പെടും. അപ്പോൾ ഈ മൗണ്ടനസ് സ്ട്രക്ചർ ഇറോഡ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും? ആ ലാവൽ വെന്റ് മാത്രം എക്സിസ്റ്റ് ചെയ്യും. ആ ലാവൽ വെന്റിനെ വിളിക്കുന്ന പേര് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബരാക്കാസ്, വോൾക്കാനിക് ബട്ട്, ഡയാട്രം ആൻഡ് ടോർ. ഇതിൽ എന്താണ് ആൻസർ? ആൻസർ വരിക ഡയാട്രം ആണ്. അതായത് ആ ലാവ പുറത്തു വരുന്ന വെന്റില്, അതിൽ ലാവ അടിഞ്ഞുകൂടി റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്ന സ്ട്രക്ചറിനെ നമ്മൾ ഡയാട്രം എന്നാ വിളിക്കുക. നിങ്ങൾ ഇവിടെ കാണുന്നുണ്ടാവും ഡയാട്രം, കണ്ടോ? അതിന്റെ മുകളിലായിട്ടാണ് ക്രേറ്റർ കാണുക. അപ്പൊ ഡയാട്രം എന്ന് പറഞ്ഞാൽ ലാവ വരുന്ന പൈപ്പാണ് ഡയാട്രം. അപ്പൊ ബരാക്കാസ് എന്താണ്? ബരാൻകാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവർ വാലീസിനെയാണ് ബരാക്കാസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ നമുക്ക് പഠിക്കാനില്ല, പക്ഷെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ബരാൻകാസ് എന്ന് പറയുന്നത് റിവർ വാലീസ് ആണ്. റിവർ വാലീസിനെയാണ് ബരാൻകാസ് എന്ന് പറയാ. വോൾക്കാനിക് ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾക്കാനോന്റെ സ്ട്രക്ചർ ആണ്. അതായത് ആ മൗണ്ടൻ, വോൾക്കാനിക് മൗണ്ടനെയാണ് വോൾക്കാനിക് ബട്ട് എന്ന് പറയാ. ബട്ട് എന്ന് സാധാരണഗതിയിൽ നമ്മുടെ ജോഗ്രഫിയിൽ ഉപയോഗിക്കുന്നത് ടവർ ലൈക്ക് സ്ട്രക്ചേഴ്സിനാണ്. ടവർ ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് ബട്ട് എന്ന രീതിയിൽ ഉപയോഗിക്കുക. ടോർസ് എന്ന് പറഞ്ഞ വലിയ പാറക്കല്ലുകൾ, ഒറ്റപ്പെട്ട് നിൽക്കുന്ന വലിയ പാറക്കല്ലുകളാണ് ടോർസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാവ വരുന്ന വോൾക്കാനിക് വെന്റ് അതിനെ വിളിക്കുന്നത് ഡയാട്രം എന്നാണ്. ഇനി ബരാൻകാസ് എന്ന് പറയുന്നത് റിവർ വാലീസ് ആണ്. വോൾക്കാനിക് ബട്ട് എന്ന് പറയുന്നത് ആ
വോൾക്കാനോയിൽ ഉണ്ടാവുന്ന ടവർ ലൈക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ആ ഒരു മൗണ്ടനെയാണ് എന്ത് വിളിക്കുക, വോൾക്കാനിക് പട്ട് എന്ന് വിളിക്കുക. ടോറ് എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കല്ലുകൾ, അതിനെയാണ് ടോർസ് എന്ന് നമ്മൾ വിളിക്കുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസിഡിക് ലാവ? നിങ്ങൾ എന്താ ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിച്ചാൽ നന്നായിരുന്നു. ഓക്കെ, അപ്പൊ എല്ലാവരും ആൻസർ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ആൻസർ ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസിഡിക് ലാവ? അസിഡിക് ലാവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? അസിഡിക് ലാവയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അസിഡിക് ലാവ? ഹൈലി വിസ്കസ്, ക്രിയേറ്റ് ഡോം ഷേപ്ഡ് വോൾക്കാനോ, ലോ സിലിക്ക കണ്ടന്റ്. സെലക്ട് കറക്റ്റ് മോ കോഡ്. ഓക്കെ, അസിഡിക് ലാവ വിസ്കസ് ആണോ? അതെ, ഹൈലി വിസ്കസ് ആണ്. ഡോം ഷേപ്ഡ് വോൾക്കാനോ? ഡോം ഷേപ്ഡ് വോൾക്കാനോ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഷീൽഡ് വോൾക്കാനോനെയാണ്. സാധാരണഗതിയിൽ ഷീൽഡ് വോൾക്കാനോനെയാണ് ഡോം ഷേപ്പ് എന്ന് പറയുന്നത്. അപ്പൊ തെറ്റാണ്. ലോ സിലിക്ക കണ്ടന്റ് അല്ല, ഹൈ സിലിക്ക കണ്ടന്റ് ആയതുകൊണ്ടാണ് അത് വിസ്കസ് ആവുന്നത്. ഹൈ സിലിക്ക കണ്ടന്റ്. ചൂസ് ദി കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ 1 മാത്രമാണ് വരിക. ആൻസർ ഈസ് ഓപ്ഷൻ എ, 1 only. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞിരിക്കുക. ഹൈലി വിസ്കസ് ആണെങ്കിൽ സിലിക്ക കണ്ടന്റ് കൂടുതലായിരിക്കണം. അപ്പൊ തേർഡ് ഓപ്ഷൻ തെറ്റാ. ദെൻ ഡോം ഷേപ്പ് സാധാരണ പറയാ നമ്മുടെ ഷീൽഡ് വോൾക്കാനോസിനെ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾസ് ഓഫ് എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോം? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോം? ക്രേറ്റർ, ഡൈക്സ്, കാൽഡ്ര, ലാക്കോലിക്, ഫ്ലഡ് ബസാൾട്ട് പ്രൊവിൻസ്. ക്രേറ്റർ, ഡൈക്സ്, കാൽഡ്ര, ലാക്കോലിക്, ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ്. ഓക്കെ, ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എക്സ്ട്രൂസീവ് വോൾക്കാനിക് ലാൻഡ് ഫോം ആണല്ലോ ക്രേറ്റർ, ശരിയാണ്. ഡൈക്ക്, ഡൈക്ക് ഇൻട്രൂസീവ് ആണ്. കാൽഡറ എക്സ്ട്രൂസീവ് ആണ്. ലാക്കോലിത്ത് ഇൻട്രൂസീവ് ആണ്. ഫ്ലഡ് ബസാൾട്ടിക് പ്രൊവിൻസ് എക്സ്ട്രൂസീവ് ആണ്. ആൻസർ 1, 3 and 5. ഓപ്ഷൻ ബി ഈസ് ദി റൈറ്റ് ആൻസർ. 1, 3 and 5 only. 1, 3 and 5 only. Okay. Okay, last question. Consider the following statement. Barren volcano situated in Nicobar Island. It is the only active volcano in India. Narcondam is an extinct volcano. Choose the incorrect code. Okay, answer കിട്ടിയെന്ന് വിചാരിക്കുന്നു. ബാരൻ വോൾക്കാനോ is situated in Nicobar Island. അത് തെറ്റാണ്. ബാരൻ വോൾക്കാനോ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ഐലൻഡിലാണ്. അപ്പൊ ഇത് തെറ്റാണ്. ഇറ്റ് ഈസ് ഒൺലി ആക്റ്റീവ് വോൾക്കാനോ ഇൻ ഇന്ത്യ. അത് ശരിയാണ്. ഇറ്റ് ഈസ് ദി ഒൺലി ആക്റ്റീവ് വോൾക്കാനോ. ഒൺലി വോൾക്കാനോ എന്ന് പറഞ്ഞാൽ തെറ്റാ. പക്ഷെ ഒൺലി ആക്റ്റീവ് വോൾക്കാനോ എന്ന് പറഞ്ഞാൽ ശരിയാ. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ തന്നെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോയാണ് എന്ത്, ബാരൻ വോൾക്കാനോ. ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലെ തന്നെ ഒരേ ഒരു ആക്റ്റീവ് വോൾക്കാനോ. നാർക്കൊണ്ടം ഈസ് ആൻ എക്സ്റ്റിങ്ക്ട് വോൾക്കാനോ അല്ല. നാർക്കൊണ്ടം എന്താണ്, ഒരു ഡോർമെന്റ് വോൾക്കാനോ ആണ്. അപ്പൊ തെറ്റാണ്. ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരുന്നത്. 1 ഇൻകറക്റ്റ് ആണ്, 3 ഇൻകറക്റ്റ് ആണ്. ആൻസർ വിൽ ബി ഓപ്ഷൻ എ, 1 and 3 only. ആൻസർ വിൽ ബി ഓപ്ഷൻ എ, 1 and 3 only. ഓക്കെ, അപ്പോ ഇതോടുകൂടി നമ്മുടെ വോൾക്കാനിസം എന്ന ടോപ്പിക് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് തിയറീസ് ഇൻ ജോഗ്രഫി ആണ്. ഓക്കെ, അപ്പോ ആ ഫയൽ ഒന്ന് ഓപ്പൺ ചെയ്തോട്ടെ.
ഷഹീർ ക്ലാസ് കട്ടായോ? ഓ ഞാൻ ഓ ഇപ്പൊ ഉള്ള ആള് പോയിട്ടുണ്ടാവും. ഓക്കെ 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 ആ ശരി ആ ഓക്കെ. ക്ലാസ് കട്ടായി പോയി, ഞാൻ ഫയൽ എടുക്കാൻ പോയതാ. അല്ലടാ, ഈ റോഷനാണ് ജിയോമോർഫിക് ഏജന്റ് ചെയ്യുക. വെതറിംഗ് എന്ന് പറയുന്ന ഫാക്ടേഴ്സ് ഓഫ് വെതറാ ചെയ്യുന്നത്. കറക്റ്റ് ഡിമാർക്കേഷൻ അതാണ്. നമ്മുടെ ബുക്കിൽ, +1 ബുക്കിൽ എടുത്തു പറയുന്നുണ്ട്, വെതറിംഗ് ഈസ് ഡൺ ബൈ ഫാക്ടേഴ്സ് ഓഫ് വെതർ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഫോഴ്സസ് എന്നാ പറയുന്നത്. ഈ റോഷൻ ഈസ് ഡൺ ബൈ മൂവിങ് ഏജൻസ് ലൈക്ക്, അല്ലെങ്കിൽ ജിയോമോർഫിക് ഏജൻസ് ലൈക്ക് വിൻഡ്, റിവർ, അങ്ങനെയാ പറയുന്നത്. തിരിച്ചെത്തി. വെള്ളിയാഴ്ച അല്ല, ഞായറാഴ്ച രാത്രി എത്തി. ഇവിടെ ഉണ്ടോ ട്രിവാൻഡ്രം? ആ ഷഹീറെ, എന്നാ വിട്ടേരെ. ആണോ? ആഹ് അപ്പൊ ഞാൻ എവിടെന്നാ കേറണ്ടേ? ഒന്ന് പറയാവോ? ലൈവ് ക്ലാസ്സിൽ തന്നെയല്ലേ? ഓഫ്, നൈസ്, പൊളി. അല്ല, പക്ഷെ എനിക്ക് ഇവിടുന്ന് എടുക്കാൻ പറ്റുന്നില്ല ബേസിക്കലി. പക്ഷെ എന്റെ സൂം എന്ന് പറഞ്ഞിട്ട് ആ പേജ് മാത്രമേ കാണിക്കുന്നുള്ളൂ. എനിക്ക് ലീവ് ചെയ്യാൻ. കട്ട് ചെയ്യണേ. അടിപൊളി, മറ്റേ പുള്ളിയില്ലേ? ഓക്കെ ശരി. ഏ ചായ പിടിച്ച മാത്രല്ല, ഞാനിവിടെ കമന്റ് പറഞ്ഞില്ലേ ഫോൺ എടുത്തിട്ട് ജിയോമോർഫിക് ഏജന്റ് ഏതാണ്ടൊക്കെ പറയുന്നത്.